പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ കൂടെ സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് ചെയ്യും. അതുപോലെ പണിയൊക്കെ നമുക്ക് അത്രയും കഷ്ടപ്പാടായിട്ട് തോന്നാറില്ലല്ലോ അല്ലേ. ഞാൻ വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്, ഫോണൊക്കെ വിളിച്ച് സംസാരിച്ച് പണി ചെയ്യുമ്പോൾ എൻ്റെ പണി പെട്ടെന്ന് തീരാറുണ്ട്. പിന്നെ അമ്മച്ചീനെ വിളിച്ച് കുറേ നേരം കത്തി അടിച്ചാണ് പണിയൊക്കെ ചെയ്തത്. അങ്ങനെ ലിവറൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് ഒരു പനിക്കോള് പോലെ കേട്ടോ, ഭയങ്കര ക്ഷീണമായിട്ട് എനിക്ക് തോന്നി. ഓടി ഒന്ന് ഞാൻ ഗുളിക കഴിച്ചു, കാരണം മോള് വരാൻ നേരമായിരുന്നല്ലോ. വേഗം വന്ന് ഗുളികയൊക്കെ കഴിച്ചിട്ട് നേരെ പൊന്നൂസിനെ വിളിക്കാൻ വേണ്ടി പോയി. ഞങ്ങളുടെ വീട്ടിലോട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ആളാണിത്. 3 എണ്ണത്തിനും ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ എടുത്ത് തന്നെ കാണിച്ചു തന്നു. പിന്നെ കൊണ്ടുപോയ ഫ്രൂട്ട്സിൻ്റെ പകുതിയോളം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പൊന്നിട്ടുണ്ടോ ഈ യൂണിഫോം ഞാൻ കയ്യോടെ ഒന്ന് കഴുകി ഇട്ടു കേട്ടോ. വലിയ ചെളിയൊന്നും ഇതിനകത്തില്ല, ചുമ്മാ ഒന്ന് വിറക്കാനൊന്നും നേരമായിട്ടില്ലല്ലോ. അങ്ങനെ ഓടിപ്പാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ, 3 മണിക്കൂറിലുള്ള ക്ലാസ്സല്ലേ ഉള്ളൂ. പിന്നെ ചുമ്മാ ഒന്ന് സോപ്പ് പൊടിക്കകത്ത് മുക്കി ഞാൻ വേഗം ഒന്ന് കഴുകിയിട്ടു. പിന്നെ എനിക്ക് നല്ലപോലെ ഉറക്കം വന്നു, നല്ല ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഞാൻ പൊന്നൂസിനെയും കയറ്റി ഞാനും കയറി കിടന്ന് ഉറങ്ങി. ഇപ്പം അമ്മച്ചി വിളിച്ചപ്പോൾ ഞാനിപ്പോൾ എണീറ്റുള്ളൂ. പിന്നെ അമ്മച്ചി അവിടെ കട്ടൻ ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി കട്ടൻ ചായയൊക്കെ വെച്ച് രണ്ടുപേർക്കൊന്ന് ഒന്നിച്ച് ചായ കുടിക്കാമെന്ന് ഓർത്തുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറേ നേരം അമ്മച്ചോടൊക്കെ വർത്താനം പറഞ്ഞ് ഒന്നിച്ച് നിന്ന് ചായ കുടിച്ചിട്ടു. അമ്മച്ചി അവിടെയും ചായ കുടി, ഞാൻ ഇവിടെയും ചായ കുടി. പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവിടെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.